കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സൂം ലാപ്ടോപ്പിലൂടെ ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഗസ്കേലിൻ്റെ പ്രവചനം 41 അധ്യായം ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. 41 അധ്യായത്തിലേക്ക് വരുമ്പോൾ എഗസ്കേലിനെ ദൈവം വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതായി കാണുന്നു. വിശുദ്ധ മന്ദിരത്തിൽ കയറുന്നു. അതിൻ്റെ ചുവരുകളുടെ വീതി, നീളവും ഘനവും ഒക്കെ അളക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൻ്റെ അളവുകൾ എടുക്കുന്നു. അതിൻ്റെ കവാടങ്ങളുടെ അളവുകൾ ഒക്കെ വളരെ കൃത്യനിഷ്ഠതയോടെ എടുത്തു കാണിക്കുന്നുണ്ട്. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്തെ കാണിക്കുന്നുണ്ടെങ്കിലും അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. യഗസ്കേൽ ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ചവനാണ്. നമുക്കറിയാം, അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമേ കയറാൻ കഴിയത്തുള്ളൂ. അങ്ങനെ പ്രമാണമുള്ളപ്പോൾ യഗസ്കേലിനെ ഈ ദൂതൻ വഴികാട്ടിയായി പോകുമ്പോഴും പുരോഹിതന്മാർക്ക് പ്രവേശിക്കാവുന്ന വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചതല്ലാതെ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചതായി കാണുന്നില്ല. എന്നാൽ അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ദൂതൻ അവനെ കാണിച്ചു കൊടുക്കുന്നു. ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനകത്ത് പ്രവേശിക്കുമ്പോൾ ആ ഭിത്തികൾ, പാർശ്വ അറകൾ അതിനുണ്ട്. ആ വശങ്ങളിൽ കാണുന്ന അറകൾ 3 നിലകളിലായിട്ടാണുള്ളത്. ഓരോ നിലകളിലും 30 മുറികൾ വീതം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം 90 ചെറിയ ചെറിയ മുറികൾ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ വരുമ്പോൾ കവാടത്തിൻ്റെ ഓരോ വശത്തും 12 മുറികളും ഒരു സൈഡിലും മറ്റൊരു സൈഡിലും 6 മുറികളും ഇങ്ങനെയുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തെല്ലാം കൊച്ചു കൊച്ചു മുറികളും അതിൻ്റെ അറകളുമായിട്ടൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ വാസ്തവത്തിൽ ശലോമോൻ പണിത ആലയവുമായി നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ വ്യക്തമായ ഒരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. ഇല്ല എങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ശലോമോൻ പണിത ആലയത്തോടെ ഏകദേശം സാമ്യം വരുന്ന നിലയിലാണ് യഗസ്കേൽ കണ്ടതായ ഈ ആലയവും പണിയപ്പെട്ടിരിക്കുന്നത്. ഏകദേശം അതിന് സമാനമായ നിലയിലാണ് തൂണുകൾ. അതിന് സമാനമായ നിലയിലാണ് ഭിത്തികൾ. തൂണുകളിൽ ഈന്തപ്പനയുടെ ചിത്രങ്ങൾ കൊത്തുപണിയായി ചെയ്തിട്ടുണ്ട്. ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഭിത്തികൾ മുഴുവൻ തടി കൊണ്ട് മറച്ചിരിക്കുകയാണ്, തടി കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതിലെല്ലാം കെരൂബുകളുടെ പടമുണ്ട്, ചിത്രമുണ്ട്. നടുവിൽ തൂണ് കാണും. തൂണിൽ ഈന്തപ്പനയുടെ ചിത്രവും 2 വശത്തുമായി കെരൂബുകളുടെ ചിത്രമുണ്ട്. ഈ കെരൂബുകളെ 2 മുഖങ്ങൾ ഈ കെരൂബുകൾക്കുണ്ട്. ഒന്ന് മനുഷ്യമുഖവും മറ്റൊന്ന് സിംഹത്തിൻ്റെ മുഖവുമാണ്. ആ നിലയിലാണ് അത് പണിതപ്പെട്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചിരുന്നു, ദൈവത്തിൻ്റെ യേശുവിൻ്റെ 2
സ്വഭാവത്തെ കാണിക്കുക. ഒന്ന് അവൻ്റെ ദൈവത്വവും മറ്റൊന്ന് അവൻ്റെ മനുഷ്യത്വത്തെയുമാണ് കാണിക്കുന്നത്. സിംഹയുടെ മുഖം അവൻ്റെ ദൈവത്വത്തെ, അവൻ്റെ രാജ്യത്വത്തെ കാണിക്കുന്നു. രാജാവാണെന്ന് കാണിക്കുന്നു. ദൈവത്വം രാജാവാണെന്ന് കാണിക്കുന്നു. മറ്റൊന്ന് അവൻ മനുഷ്യനുമാണ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന മശിഹയെ കുറിച്ചുള്ളതായ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ നിലയിലാണ് ഈ ആലയത്തിന്റെ പണികൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തോട് പ്രവേശിക്കുമ്പോൾ കണ്ട ഒരു മേശയുണ്ട്. ആ മേശ എന്തിനാണെന്നെ കുറിച്ച് പണ്ഡിതന്മാർക്ക് അറിയത്തില്ല. എന്നാൽ രണ്ട് കാര്യങ്ങൾ അഭിപ്രായം. ഒന്നുകിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ധൂപപീഠമായിരിക്കാം. അതായിരിക്കാം ഈ കാണിക്കുന്ന സമചതുരത്തിലുള്ളതായ ഈ ബലിപീഠം ഒരുപക്ഷെ ധൂപവർഗം ഇടുന്ന ധൂപപീഠമായിരിക്കാം. അല്ല, മറ്റൊന്ന് കാഴ്ചയപ്പത്തിൻ്റെ മേശ എന്ന് പറയുന്ന ഒരു മേശ ദേവാലയത്തിലുണ്ട്. അതിന് മേൽ 2 അടുക്കായിട്ട് അപ്പം വെച്ചിട്ടുണ്ട്. 6 അപ്പം വീതം വെച്ചിട്ടുണ്ട്. ഇത് ഓരോ ശബത്തിനും ഈ അപ്പം മാറ്റിയിട്ട് പുതിയ അപ്പം അവിടെ വെക്കാറുണ്ട്. പഴയ അപ്പം അവരവിടെ നീക്കം ചെയ്യാറുണ്ട്. കാരണം ഒരുപക്ഷെ കാഴ്ചയപ്പത്തിന് മേശയാകാം ഇത്, ഇല്ല എങ്കിൽ ധൂപപീഠമായിരിക്കാം എന്ന് പറഞ്ഞത്. കാരണം ആ 41 അധ്യായത്തിൻ്റെ 21 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതൊന്ന് വായിച്ച് 21 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. 41 21 മുതൽ. മന്ദിരത്തിനു ചതുരമായുള്ള മുറിച്ചുവരുകളും വിശുദ്ധ മന്ദിരത്തിന്റെ മുമ്പിൽ യാഗപീഠം പോലെയുള്ള ഒന്നും ഉണ്ടായിരുന്നു. യാഗപീഠം മരം കൊണ്ടുള്ളതും 3 മുഴം ഉയരവും 2 മുഴം നീളവും ഉള്ളതുമായിരുന്നു. അതിൻ്റെ കോണുകളും ചുവടും വശങ്ങളും മരം കൊണ്ടായിരുന്നു. അവൻ എന്നോട്, ഇത് യഹോവയുടെ സന്നിധിയിലെ മേശയാകുന്നു എന്ന് കൽപ്പിച്ചു. മന്ദിരത്തിനും അതിവിശുദ്ധ മന്ദിരത്തിനും ഈ 2 കതകുണ്ടായിരുന്നു. കതകുകൾക്ക് ഈ 2 മടക്ക് കതക് ഉണ്ടായിരുന്നു. ഒരു കതകിന് 2 മടക്ക് കതക്, മറ്റേ കതകിന് 2 മടക്ക് കതക്. ചുവരുകളിൽ എന്ന പോലെ മന്ദിരത്തിന്റെ കതകുകളിന്മേലും കെരൂബുകളും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. പുറമേ പൂമുഖത്തിന്റെ മുമ്പിൽ ഒരു കനത്ത മരത്തുലാം ഉണ്ടായിരുന്നു. പൂമുഖത്തിന്റെ പാർശ്വങ്ങളിൽ ഇപ്പുറത്തും അപ്പുറത്തും അഴിയുള്ള ജാലകങ്ങളും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ആലയത്തിന്റെ പുറവാരമുറികളുടെയും തുലാങ്ങളുടെയും പണി. ഈ ഭാഗത്ത് 22 വാക്യത്തിൽ യഹോവയുടെ സന്നിധിയിലെ മേശയാകുന്നു എന്ന് ദൂതൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ മേശ എന്നാ പറയുന്നത്, ധൂപപീഠം എന്നല്ല പറയുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ കാഴ്ചയപ്പത്തിന് മേശയാകുന്ന ആ മേശയായിരിക്കാം ഇത് എന്ന് സൂചിപ്പിക്കുന്നു. അതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് മന്ദിരത്തിനകത്താണ്. 40 അധ്യായത്തിൽ മന്ദിരത്തിനകത്ത് പ്രവേശിച്ചിട്ടില്ല, പുറമേയുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെയായിരുന്നു. 41 വരുമ്പോൾ മന്ദിരത്തിനകത്ത് പ്രവേശിക്കുന്നു. അതിനകത്തുള്ള മുറികളുടെ വിശേഷങ്ങൾ കാണിക്കുന്നു, പുരോഹിതന്മാരുടെ കാര്യങ്ങൾ കാണിക്കുന്നു. പിന്നീട് അതിനകത്തുള്ളതായ മേശയെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ 41 അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി 42 അധ്യായത്തിലേക്ക് പ്രവേശിക്കാം.
42-ാം അധ്യായം ഇതിന് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇതൊരു ഉണ്ടായിരുന്നതിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടുമുള്ള ഭാഗങ്ങളിലുള്ള 2 കെട്ടിടങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് പോകുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ കാഴ്ചയാണ് കാണാനുള്ളത്. അതുകൊണ്ട് 42-ാം അധ്യായത്തിലെ 1 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിച്ച്, 1 മുതൽ അതിൻ്റെ 10-ാമത്തെ വാക്യം വരെ വായിച്ച്. അനന്തരം അവൻ എന്നെ വടക്കോട്ടുള്ള വഴിയായി പുറത്തെ പ്രകാരത്തിലേക്ക് കൊണ്ടുപോയി. മുറ്റത്തിനു നേരെയും വടക്കോട്ടുള്ള കെട്ടിടത്തിനെതിരെയും ഉണ്ടായിരുന്ന മണ്ഡപത്തിലേക്ക് എന്നെ കൊണ്ടുചെന്നു. അതിൻ്റെ മുൻഭാഗത്തിന് 100 മുഴ നീളവും വടക്കോട്ട് വാതിലും ഉണ്ടായിരുന്നു. വീതി 50 മുഴം. അകത്തെ പ്രകാരത്തിനുള്ള 20 മുഴത്തിനെതിരെയും പുറത്തെ പ്രകാരത്തിനുള്ള കൽത്തളത്തിനെതിരെയും 3 നിലയിലായി നടപ്പുരയ്ക്ക് നേരെ നടപ്പുര ഉണ്ടായിരുന്നു. മണ്ഡപങ്ങളുടെ മുമ്പിൽ അകത്തോട്ട് 10 മുഴം വീതിയും 100 മുഴം നീളവുമുള്ള ഒരു നടപ്പുര ഉണ്ടായിരുന്നു. അവയുടെ വാതിലുകൾ വടക്കോട്ടായിരുന്നു. കെട്ടിടത്തിന്റെ താഴത്തെ മണ്ഡപങ്ങളിൽ നിന്നും നടുവിലത്തവയിൽ നിന്നും എടുത്തതിനേക്കാൾ അധികം സ്ഥലം മുകളിലത്തെ മണ്ഡപങ്ങളിൽ നിന്ന് നടപ്പുരകൾക്ക് എടുത്തുപോയിരുന്നതുകൊണ്ട് അവ നീളം കുറഞ്ഞവ ആയിരുന്നു. അവ 3 നിലയിലായിരുന്നു. എന്നാൽ അവയ്ക്ക് പ്രകാരങ്ങളുടെ തൂണുകൾ പോലെ തൂണുകൾ ഇല്ലായ്ക കൊണ്ട് താഴത്തേതിനേക്കാളും നടുവിലേതിനേക്കാളും മേലത്തേതിൻ്റെ നിലം ചുരുങ്ങിയിരുന്നു. പുറമേ മണ്ഡപങ്ങളുടെ നീളത്തിൽ പുറത്തെ പ്രകാരത്തിന്റെ നേരെ മണ്ഡപങ്ങളുടെ മുൻവശത്തെ മതിലിന്റെ നീളം 50 മുഴം ആയിരുന്നു. പുറത്തെ പ്രകാരത്തിലേക്ക് ദർശനമുള്ള മണ്ഡപങ്ങളുടെ നീളം 50 മുഴമായിരുന്നു. എന്നാൽ മന്ദിരത്തിനെതിരെയുള്ള നീളം 100 മുഴമായിരുന്നു. പുറത്തെ പ്രകാരത്തിൽ നിന്ന് ഇവയിലേക്ക് കടന്നാൽ കിഴക്കോട്ട് ഈ മണ്ഡപങ്ങൾക്ക് താഴെ ഒരു പ്രവേശനം ഉണ്ടായിരുന്നു. കിഴക്കോട്ടുള്ള പ്രകാരത്തിന്റെ മതിലിന്റെ തലയ്ക്കൽ മുറ്റത്തിനെതിരായും കെട്ടിടത്തിനെതിരായും മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ 1 മുതൽ ഈ 12 വരെയുള്ള വാക്യങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ അത്രയും വായിപ്പിച്ചത്. ഈ ഭാഗത്ത് പുറം ഭാഗത്തുള്ള 2 കെട്ടിടങ്ങളെ കുറിച്ച് പറയുന്നത്, അവ അകത്തെ ഭാഗത്തിന് ഈ മന്ദിരത്തിന് പുറത്തായിട്ടുള്ള 2 കെട്ടിടങ്ങൾ. ഒരു കെട്ടിടം വടക്ക് വശത്തും മറ്റേ കെട്ടിടം തെക്ക് വശത്തും ആയിരുന്നു. വടക്ക് വശത്തുള്ള ഒന്നിനെക്കുറിച്ച് യെഹെസ്കേൽ വിവരിക്കുന്നുണ്ട്. ഈ മുറികൾക്കെല്ലാം മുറികളുണ്ട്, ഈ മുറികൾക്കെല്ലാം വാതിലുകളുണ്ട്. ഈ വാതിലുകൾ ദർശനം വെച്ചിരുന്നെല്ലാം വടക്കോട്ട് വാതിലുകൾ വെച്ചിരുന്നു. അതുപോലെ തന്നെ തെക്കുവശത്തുള്ള കെട്ടിടവും വടക്കേ വശത്തെ കെട്ടിടത്തെ പോലെ തന്നെയായിരുന്നു. തെക്ക് കെട്ടിടത്തിൻ്റെ മുറികൾക്ക് തെക്കോട്ട് വാതിലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വടക്കേ കെട്ടിടത്തിൻ്റെ വാതിലുകൾ വടക്ക് വശത്തേക്കും തെക്കേ വശത്തിൻ്റെ കെട്ടിടത്തിലെ വാതിലുകൾ തെക്കേ വശത്തുമായി ക്രമീകരിച്ചിരുന്നു. ഇനി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒരു ഭാഗം കിടപ്പുണ്ട്. അതിന് നീളം 175 അടി നീളം. അത് 53.8 മീറ്റർ നീളമാണ്. അതാണ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള നീളം. ഇനി തെക്ക് നിന്ന് വടക്കോട്ടുള്ള അതിൻ്റെ വീതിയാണ്. അതിൻ്റെ വീതി 87.5 അടി അഥവാ 26.9 മീറ്റർ വീതിയുമാണ്. ഓരോ നിലയിലും നിരവധി മുറികളുള്ള ഇവിടെയും 3 നിലകളെ കുറിച്ച് പറയുന്നത്. താഴത്തെ
2 നിലകളിൽ തൂണുകളുണ്ടായിരുന്നു. മുകളിലോട്ട് പോകുന്ന 3-ാമത്തെ നിലയിൽ തൂണുകളില്ല. കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടം കിഴക്ക് വശത്തുള്ള പുറം ഭാഗത്തു നിന്നായിരുന്നു. കെട്ടിടത്തിൻ്റെ പുറത്തുള്ള പ്രാകാരത്തിലേക്ക് അവനെ കൊണ്ടുപോയെന്നാണ് വായിച്ചത്. പുറത്തുള്ള കെട്ടിടത്തിൻ്റെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർ 3 നിലകളിലായി. നമ്മൾ വായിച്ചപ്പോൾ വായിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. വാസ്തവത്തിൽ ഒരു ഗാലറി പോലെയാണ് ഈ 3 നിലകൾ പണിതിരിക്കുന്നത്. ഗാലറികൾ പണിയുമ്പോൾ ഒന്നൊരൽപ്പം അകലെ മുമ്പോട്ട് കയറ്റി പണിയും, അടുത്ത് വരുമ്പോൾ അതിനേക്കാൾ അല്പം കൂടെ അകത്തോട്ട് നിൽക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പോകുന്ന പോലെയാണ് ഗാലറികൾ പണിയുന്നത്. അല്ലാതെ തൂക്കായിട്ട് ഒരേ ലെവലിൽ പണിയത്തില്ല. അതെപ്പോഴും ഒന്ന് പണിത് ഒരല്പം വിട്ട് അങ്ങനെ പണിത് പോകുന്നത്. അതിൽ 2-ാം നില വരെ തൂണുണ്ട്, അത് കഴിഞ്ഞ് തൂണില്ല. ഇവയിൽ മുറികളോ അറകളൊക്കെ ഉണ്ട്. ഒരു യഥാർത്ഥ ആലയത്തിന് അനുയോജ്യമായ വിശദാംശങ്ങളുടെ ശ്രദ്ധേയമായ ഒരു വിവരണം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഭിത്തിയുടെ കനത്തിൽ അറകളുണ്ട്. ഈ ഘനത്തിൽ പല ചുവരുകളും വളരെ കട്ടിയുള്ളതാണ്. ഈ ചുവരുകൾ തന്നെ മുറികളും അറകളൊക്കെ ഉണ്ടാക്കുന്നത് വളരെ അർത്ഥവത്തായിരുന്നു. ഇനി ഞാൻ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അതിന് 11 മുതൽ 12 വാക്യം 11-12 വാക്യം വായിച്ചു. അവയുടെ മുമ്പിലുള്ള വഴി വടക്കോട്ടുള്ള മണ്ഡപങ്ങളുടെ അളവ് പോലെ ആയിരുന്നു. അവയുടെ നീളത്തിനൊത്ത നീളവും വീതിക്കൊത്ത വീതിയും ഉണ്ടായിരുന്നു. അവയുടെ എല്ലാ പുറപ്പാടുകളും വിധാനങ്ങളും അവയുടെ പ്രവേശനങ്ങളും ഒരുപോലെ തന്നെ. തെക്കോട്ടുള്ള മണ്ഡപങ്ങളുടെ പ്രവേശനങ്ങൾ പോലെ ഒരു പ്രവേശനം വഴിയുടെ തലയ്ക്കൽ ഉണ്ടായിരുന്നു. അവയിലേക്ക് കടന്നാൽ കിഴക്കോട്ടുള്ള മതിലിന് നേരെ മുമ്പിലുള്ള വഴിയുടെ തലയ്ക്കൽ തന്നെ. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മുറ്റത്തിന്റെ മുമ്പിലുള്ള വടക്കേ മണ്ഡപങ്ങളും തെക്കേ മണ്ഡപങ്ങളും യഹോവയോട് അടുത്ത് ചെല്ലുന്ന പുരോഹിതന്മാർ അതിവിശുദ്ധ വസ്തുക്കളെ തിന്നുവാനുള്ള വിശുദ്ധ മണ്ഡപങ്ങളാവുന്നു. അവിടെ അവർ അതിവിശുദ്ധ വസ്തുക്കളും ഭോജനയാഗവും പാപയാഗവും അകൃത്യയാഗവും വയ്ക്കണം. ഓക്കെ, വാസ്തവത്തിൽ ഇവിടെ എല്ലാം ഒരുപാട് മുറികൾ പണിയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കാൻ എന്തിനാ ഈ മുറികളെല്ലാം എന്ന്. അതിനെല്ലാം പിന്നിൽ വ്യക്തമായ കാരണങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ട്. ഇവിടെ എടുത്തു പറയുന്നു, യഹോവയുടെ അടുത്ത് ചെല്ലുന്ന പുരോഹിതന്മാർ അതിവിശുദ്ധ വസ്തുക്കളെ തിന്നുവാനുള്ള മണ്ഡപങ്ങളാകുന്നു എന്ന് എടുത്തു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പല യാഗങ്ങളിലും പുരോഹിതന്മാരും ചിലപ്പോൾ വഴിപാട് കൊണ്ടുവരുന്നവരും യാഗങ്ങൾ പങ്കിട്ട് യാഗങ്ങൾ നടത്തും. ആ യാഗത്തിൻ്റെ ഒരു പങ്ക് ഈ പുരോഹിതന്മാർക്കുള്ളതാണ്. അത് ആചാരപരമായ ഭക്ഷണമോ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ അതിനെ അതിവിശുദ്ധമായ വഴിപാടുകൾ ഭക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥലമായി അതിനെ മാറ്റിയിരുന്നു. യാഗം കഴിക്കാൻ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങൾ, നേരിയ മാവ്, ധാന്യങ്ങൾ, മാംസങ്ങൾ,
ഇവ ചില ഭാഗങ്ങൾ പുരോഹിതന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ആ പുരോഹിതന്മാർ അത് മാറ്റിവെക്കും. ആ സാധനങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി പണിയപ്പെട്ട ഒരു മണ്ഡപം അവിടെയുണ്ട്. ആ മണ്ഡപത്തെക്കുറിച്ച് പറയുന്നതാണ് യഹോവയുടെ അടുത്ത് ചെല്ലുന്ന പുരോഹിതന്മാർ. വളരെ നന്നായി എടുത്തു പറയപ്പെടുന്നൊരു പദപ്രയോഗമാണത്. എല്ലാ പുരോഹിതന്മാരും അല്ല, യഹോവയോട് അടുത്ത് ചെല്ലുന്ന പുരോഹിതന്മാർ. അവർക്ക് തിന്നുവാനുള്ള വിശുദ്ധ മണ്ഡപമാകുന്നത്. അപ്പം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാർ അവരെ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടി അവകാശപ്പെട്ടതാണ്. അത് അവർക്ക് ഭക്ഷിക്കുവാൻ, അത് ശേഖരിക്കുവാനുള്ള ഒരു മണ്ഡപം, അതിന് പറയുന്ന പേര് തന്നെ വിശുദ്ധ മണ്ഡപം എന്നാണ്. എല്ലാവർക്കുമല്ല, യഹോവയോട് അടുത്ത് ചെല്ലുന്ന പുരോഹിതന്മാർക്ക്. അപ്പോൾ കൊണ്ടുചെല്ലുന്ന യാഗങ്ങൾ, അത് ചില ഭാഗങ്ങൾ പുരോഹിതന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. അത് അവർക്ക് വേണ്ടിയുള്ളതാണ്. ആ ഭാഗമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി ഇങ്ങനെ പറയാം, ദൈവത്തിനും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മനുഷ്യരും അവർ തമ്മിൽ കൂടുന്ന കൂട്ടായ്മയുടെ ഒരു സ്ഥലമാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ദൈവത്തിന് വേണ്ടി അടുത്ത് ചെല്ലുക എന്ന് പറയുന്നുണ്ട്. ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന പുരോഹിതന്മാർ. അവ ചുരുക്കി പറഞ്ഞ ഇതൊരു കൂട്ടായ്മയുടെ സ്ഥലമാണത്. വിശുദ്ധന്മാരായിരിക്കുന്ന പുരോഹിതന്മാരും യഹോവയായ ദൈവവും കൂടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെ ഒരു സ്ഥലം. ആ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരുമിച്ചുള്ള കൂട്ടായ്മ ബന്ധത്തിൻ്റെ ഭക്ഷണമാണത്. കാരണം ഇത് അർപ്പിക്കുവാൻ കൊണ്ടുവരുന്നത് ജനങ്ങളാണ്. അത് യഹോവയ്ക്ക് വേണ്ടിയാണ് അർപ്പിക്കുന്നത്. അർപ്പിക്കുന്നത് പുരോഹിതന്മാരാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് പങ്ക് യഹോവയ്ക്കുമുണ്ട്. യഹോവയുടെ കൂടെ നിൽക്കുന്ന പുരോഹിതന്മാർക്കും ഈ കൊണ്ട ചെല്ലുന്ന യാഗവസ്തുവിൻ്റെ അകത്ത് പങ്കുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് അടുത്ത് ചെല്ലുന്ന പുരോഹിതന്മാർക്കും ദൈവവും തമ്മിലുള്ള കൂട്ടായ്മയുടെ ഒരു ഭക്ഷണമായിരുന്നു അവിടെ ലഭിച്ചിരുന്നായ ഭക്ഷണപാനീയങ്ങൾ. ഒരുമിച്ചുള്ള ചില വഴിപാടുകളിൽ നിന്ന് ഭക്ഷിക്കുവാൻ പുരോഹിതന്മാർക്ക് അവകാശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏലിയുടെ പുരോഹിതന്മാരുടെ മക്കൾ ഈ കുത്തിയെടുക്കുന്ന മുള്ളുമായി ചെന്നിട്ട് നല്ലത് നോക്കി പെറുക്കിയെടുത്തു. അവൻ അവകാശപ്പെട്ടതല്ലാത്തതുകൊണ്ട് അവനത് കുത്തിയെടുത്തതായി കാണിക്കുന്നുണ്ട്. അപ്പൊ യാഗപീഠത്തിൽ അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി അവകാശപ്പെട്ടതാണിത്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് ലേവി ഗോത്രത്തിൽപ്പെട്ടവർക്ക് വീതമില്ല, അവർക്ക് കൃഷി സ്ഥലമില്ല, അവർക്ക് വേറെ സാലറി ഇല്ല. അതെല്ലാം ഏതെന്ന് ചോദിച്ചാൽ ദൈവാലയത്തിൽ കൊണ്ടുവരുന്ന വസ്തുക്കൾ, യഹോവയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന വസ്തുക്കളുടെ അകത്തൊരു പങ്ക് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പുരോഹിതന്മാർക്കുള്ളതാണ്. അതിന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം വായിച്ച്. 1 Corinthians chapter 9 verse 13 and 14. ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാർ ആകുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതുപോലെ സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. എങ്കിലും ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ. പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ ഉദ്ധരിച്ചാണ് പറയുന്നത്. 1, ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു. 2, യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നു. അങ്ങനെയെങ്കിൽ 3-ാമത്തെ രൗത്യം വരുമ്പോൾ അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്നും കൽപ്പിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ ആലയത്തിലെ കർമ്മങ്ങൾ ചെയ്യുന്നവർ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ, യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ, 2 തരത്തിലുള്ള പുരോഹിതന്മാരുണ്ട്. അവർക്ക് 2 പേർക്കും മുറികൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 തരത്തിലുള്ള 2 ഇടങ്ങളാണ്. ഇവിടെ വരുമ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർക്ക് ഒരു ഓഹരിയുണ്ട്. യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്ത പുരോഹിതനുണ്ട് ഓഹരി. എന്ന് പറഞ്ഞാൽ ആലയത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഗോത്രക്കാരൻ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച പുരോഹിതന്മാർ, യഹോവയ്ക്ക് വേണ്ടി നീ സമർപ്പിക്കുന്നതിന്റെ ഓഹരി അവർക്കൂടുള്ളതാ. പുതിയ നിയമത്തിൽ വരുമ്പോൾ എടുത്തു പറയുന്നുണ്ട് കാര്യം. സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം. അപ്പൊ അതുകൊണ്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ യാഗമില്ല, അക്ഷരിക യാഗമില്ല, കർമ്മമില്ല. എങ്കിലും പുതിയ നിയമത്തിലെ ദൈവദാസന്മാരുടെ ജോലി സുവിശേഷം പ്രസംഗിക്കുക, സുവിശേഷം അറിയിക്കുക. അത് ദൈവവും സുവിശേഷകന്മാർ ചേർന്ന് ചെയ്യുന്നൊരു പ്രവൃത്തിയാണത്. അപ്പൊ അങ്ങനെയെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നതിൻ്റെ ഓഹരി അത് ദൈവദാസന്മാർക്ക് വേണ്ടി കൂടിയുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടം എന്നപ്പോൾ രീതികളെല്ലാം മാറിപ്പോയി. എന്നാവശ്യമില്ലാത്ത ആർഗ്യുമെന്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പലതരത്തിലുള്ള ആവശ്യമില്ലാത്ത ആർഗ്യുമെന്റുകളാണ്. അതെന്തിനാ അങ്ങനെ കൊടുക്കുന്നേ, ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, 10 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി തെറ്റായ ചിന്തകളും പഠിപ്പിക്കലുകൾ കൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്രൈസ്തവ ലോകം നിറഞ്ഞിരിക്കുകയാണ്. കാരണം അവർക്ക് കൊടുക്കാൻ മനസ്സ് കാണത്തില്ല. വാസ്തവത്തിൽ അവർ ചിന്തിച്ചിരിക്കുന്നത് ഇത് കൊടുക്കുന്ന പാസ്റ്റർക്ക് വേണ്ടിയാണ്, ജീവിക്കാൻ വേണ്ടിയാണ്. കാരണം നീ കൊടുക്കുന്ന ദേവാലയത്തിന് കൊടുക്കുന്ന, ദൈവത്തിന് കൊടുക്കുന്നേ. അപ്പൊ അതിൻ്റെ ഓഹരി ഡയറക്റ്റ് ആയിട്ട് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ചിന്തിക്കല്ലേ ഇത് പാസ്റ്റർക്ക് വേണ്ടി കൊടുത്തൊന്നും ചിന്തിക്കല്ലേ, ഏതൊരു സുവിശേഷന്മാർക്ക് വേണ്ടി കൊടുത്തൊന്നും ചിന്തിക്കല്ലേ. നിനക്ക് പ്രതിഫലവും സ്വർഗം അംഗീകരിക്കുകയും ചെയ്യണമെങ്കിൽ
ഞാൻ ദൈവത്തിന് കൊടുത്തു എന്നൊരു ചിന്താഗതി നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ ദൈവം അതിനെ അംഗീകരിക്കത്തുള്ളൂ. ഇവിടെ നോക്കണം, യഗസ്കേൽ കണ്ട ആ ദർശനത്തിൻ്റെ അകത്തും കൂടെ ബാക്കി ഒന്നും കാണിച്ചില്ലെങ്കിലും ആ സ്ഥലം എടുത്തു കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. യഹോവയുടെ അടുത്ത് ചെല്ലുന്ന പുരോഹിതന്മാർക്ക് എന്ന് പറഞ്ഞ് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവാലയത്തിൽ കൊണ്ടുചെല്ലുന്ന ഏത് വഴിപാടിനും ദൈവത്തിന് അതിന്മേൽ അധികാരമുള്ളതുപോലെ അവിടെ സൂക്ഷിക്കുന്ന ശുശ്രൂഷകന്മാർക്കും അതിനകത്ത് പങ്കുണ്ട്, അത് ലഭിക്കുന്നതിന് പങ്കുണ്ട്. അത് ദൈവം മനസ്സിലാക്കി അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ കാലഘട്ടത്തിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവദാസന്മാരുടെ ജീവിതത്തിലും ദൈവനാമത്തിനുവേണ്ടി കൊടുക്കുന്നതിന് വീതം അവർക്കുള്ളതാണ് എന്ന കാര്യം പറഞ്ഞാൽ ആ ഭാഗം പിടിക്കുകയാണ്. ഈ 13-14 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 2 കെട്ടിടങ്ങളും കാണുന്നുണ്ട്. അത് വിശുദ്ധ സ്ഥലങ്ങളാണെന്ന് പറയുന്നുണ്ട്. സിസ്റ്ററെ 13-14 വാക്യം ഒന്നുകൂടെ വായിച്ചേ. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മുറ്റത്തിന്റെ മുമ്പിലുള്ള വടക്കേ മണ്ഡപങ്ങളും തെക്കേ മണ്ഡപങ്ങളും യഹോവയോട് അടുത്ത് ചെല്ലുന്ന പുരോഹിതന്മാർ അതിവിശുദ്ധ വസ്തുക്കളെ തിന്നുവാനുള്ള വിശുദ്ധ മണ്ഡപങ്ങളാകുന്നു. അവിടെ അവർ അതിവിശുദ്ധ വസ്തുക്കളും ഭോജനയാഗവും പാപയാഗവും അകൃത്യയാഗവും വയ്ക്കണം. ആ സ്ഥലം വിശുദ്ധമല്ലോ. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറത്തെ പ്രകാരത്തിലേക്ക് ചെല്ലാതെ വേണം അതിൽ പ്രവേശിപ്പാൻ. ശുശ്രൂഷയ്ക്കുള്ള തങ്ങളുടെ വസ്ത്രം അവർ അവിടെ വച്ചേക്കണം. അവ വിശുദ്ധമല്ലോ. വേറെ വസ്ത്രം ധരിച്ചിട്ടേ അവർ ജനത്തിനുള്ള സ്ഥലത്ത് ചെല്ലാവൂ. അവൻ ഇവിടെ 2 കൂട്ടം കാര്യങ്ങൾ എടുത്തു പറയുന്നു. ഒന്ന്, ഈ കൊണ്ടുവരുന്ന വഴിപാടിൻ്റെ അകത്തൊരു വീതം ആ പുരോഹിതന്മാർക്കുള്ളതാണ്. അതിനുവേണ്ടി സ്ഥലം വേർതിരിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, അവർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറത്തെ പ്രാകാരത്തിൽ പോകാതെ വേണം ഇതിൻ്റെ അകത്ത് പ്രവേശിക്കേണ്ടത്. അതുകൊണ്ട് അവർ ശുശ്രൂഷയിൽ പ്രവേശിക്കുമ്പോൾ ശുശ്രൂഷയ്ക്കേറ്റതായ വസ്ത്രം വേണം ധരിച്ചിരിക്കേണ്ടത്. പുരോഹിതന്മാർ വഴിപാട് ചെയ്ത് കഴിക്കാമായിരുന്നു. ഈ കെട്ടിടങ്ങളിൽ യാഗത്തിനുള്ള എണ്ണയും വിവിധ തരത്തിലുള്ള ധാന്യവും അവരെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ മുറികളിൽ ആണ് പുരോഹിതന്മാർ തങ്ങളുടെ വസ്ത്രങ്ങൾ മാറാൻ ഉപയോഗിച്ചിരുന്നു. കാരണം ഇവിടെ എടുത്തു പറയുന്നു, ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ആലയത്തിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ആലയത്തിന് പുറത്തുപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരിടത്ത് ശുശ്രൂഷ കഴിഞ്ഞ് മറ്റിടത്ത് പോകണമെങ്കിൽ പ്രാകാരത്തിൽ കിടക്കാതെ അകത്തോട് തന്നെ വേണം അവൻ്റെ മുറിക്കകത്ത് പ്രവേശിക്കേണ്ടത്, അല്ല പുറത്തൂടല്ല. അവൻ വിശുദ്ധ വസ്ത്രം ധരിച്ച് ആലയത്തിൽ ശുശ്രൂഷയ്ക്ക് വരുന്ന പുറത്തൂടല്ല, അതിൻ്റെ അകത്തോട് തന്നെ കയറത്തക്ക നില ക്രമീകരണമാണ്. 2, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായ ക്രമീകരിക്കപ്പെട്ട വസ്ത്രമുണ്ട്. ആ വസ്ത്രമാണ് അവർ ധരിക്കേണ്ടത്. ആലയത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ ആ പ്രത്യേക വസ്ത്രങ്ങൾ
അവർ ഈ മുറിക്കകത്ത് കയറി അത് അഴിച്ച് ഭദ്രമായ ആ മുറിക്കകത്ത് വെക്കണം. എന്നിട്ട് വെളിയിൽ പോകുമ്പോൾ സാധാരണ വസ്ത്രം ധരിച്ച് മാത്രമേ ജനത്തിൻ്റെ ഇടയിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന മുറികളാണ് ഈ 13-14 വാക്യങ്ങൾ പറയുന്ന മുറികൾ. വിശുദ്ധ സ്ഥലത്തോട് ചേർന്നുള്ള മുറികൾ. അത് പുരോഹിതന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ദൈവത്തിനടുത്ത് ചെല്ലുന്ന പുരോഹിതന്മാർക്ക് വേണ്ടിയുള്ളതാണത്. നേരിയ മാവും മറ്റും സൂക്ഷിക്കാനുള്ള ഇടമാണത്. പുരോഹിതന്മാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അവർ വിശുദ്ധ വസ്ത്രം ധരിച്ചു വേണം ആ ശുശ്രൂഷ ചെയ്യേണ്ടത്. അതിനുശേഷം അത് ഊരി ഭദ്രമായി വെച്ച ശേഷം മാത്രമേ, മറ്റു വസ്ത്രം ധരിച്ച ശേഷം മാത്രമേ ജനത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാവൂ എന്ന് എടുത്തു പറയുന്നു. ഇത് വസ്ത്രമാണെങ്കിലും ഇതിനകത്തൊരു കാര്യമുണ്ട്. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം വിശുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ വായിക്കുന്നുണ്ടല്ലോ, അവ വിശുദ്ധമല്ലോ, തങ്ങളുടെ വസ്ത്രം അവിടെ വെച്ചേക്കണം, അവ വിശുദ്ധമല്ലോ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ കാണുന്നിടത്തെല്ലാം കൊണ്ടു നടക്കാനുള്ളതല്ല. ശുശ്രൂഷ കഴിഞ്ഞ് അത് ഭദ്രമായി ഊരി വെക്കേണ്ടടുത്ത് വെച്ചിട്ട് സാധാരണ വസ്ത്രം ധരിച്ച ശേഷം മാത്രമേ ജനത്തിനിടയിലേക്ക് ഇറങ്ങാവൂ. ഇവിടെ നമുക്കൊരു കാര്യം പഠിക്കാനുണ്ട്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവന്റെ ജീവിത രീതികൾ അത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാകിയാൽ നമ്മൾ ആലയത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ആ ഒരു വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ. അതാണ് സങ്കീർത്തനക്കാരൻ വായിക്കുന്നത്, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ എന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ എടുത്തു പറയുന്നു, ആ വസ്ത്രം കാണുന്നിടത്തെല്ലാം കൊണ്ടുപോകാനുള്ളതല്ല. നീ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ വിശുദ്ധ മന്ദിരത്തിൻ്റെ അകത്ത് പ്രവേശിക്കാം. എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ളതായ ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതം അതിന് സാക്ഷി നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ജീവിത ശൈലി അങ്ങനത്തെ ആയിരിക്കണം. ആ നിലയിൽ മാത്രമേ നമ്മൾ ആലയത്തിൻ്റെ അകത്ത് പ്രവേശിക്കാവൂ. അല്ലാതെ 7 ദിവസവും ലോകമെല്ലാം ചുറ്റി സഞ്ചരിച്ചിട്ട് ആ വസ്ത്രത്തോടുകൂടെ ആലയത്തിൽ പ്രവേശിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് പുരോഹിതന്മാർക്കല്ലേ എന്ന്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന് സൽഗുണെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്ന പറയുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട സകല ദൈവജനങ്ങളും റോയൽ പ്രീസ്റ്റ്ഹുഡാണ്, രാജകീയ പുരോഹിത വർഗമാണ്. അതുകൊണ്ട് നാം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടന്നതുകൊണ്ട് ദയാലത്തിൽ ചെല്ലാതെ അതിൻ്റെ വസ്ത്രാലങ്കാരത്തോടു കൂടെ വേണം ആലയത്തിൻ്റെ അകത്ത് പ്രവേശിക്കേണ്ടത് എന്ന് ഈ ഭാഗത്തൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഭാഗമാണ്. ഞാൻ വാക്കിയോട് അവസാനിപ്പിക്കുകയാണ്. നാം ചിന്തിക്കേണ്ട 2 കൂട്ടം കാര്യങ്ങൾ. ഒന്ന്, ദൈവം തൻ്റെ ആലയം അതിൻ്റെ നിലയിലാണ് പണിയുന്നത്. അതിനകത്ത് എടുത്തു പറയുന്ന ഒരു മേശയുണ്ട്. പുരോഹിതന്മാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട മുറികൾ അതിനകത്തുണ്ട്. പുരോഹിതന്മാർക്ക് വേണ്ടി, യാഗത്തിന് വേണ്ടി അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരുക്കപ്പെട്ട മുറികളുണ്ട്.
അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട വസ്ത്രമുണ്ട്, അത് സൂക്ഷിക്കുവാൻ ഇടമുണ്ട്. ഇത് പഴയ നിയമത്തിൽ ഒരു ഗോത്രത്തിന് മാത്രമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവജനത്തിനും ഈ ആലയത്തിൻ്റെ അകത്ത് നമുക്കൊരു ഒരു റൂമുണ്ട്, ഒരു ഭവനമുണ്ട്, നമ്മൾ ധരിക്കേണ്ട ഒരു വസ്ത്രമുണ്ട്, നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവസന്നിധി ദൈവം തന്നു വെച്ചിരിക്കുന്ന എല്ലാ നന്മയുടെയും ഓഹരി നമുക്കുള്ളതാണ്. ഭൗതിക നന്മകളല്ല ഞാനീ പറയുന്നത്. ആത്മീകമായി നിനക്ക് വെച്ചിരിക്കുന്ന സകല നന്മകളും അതിന് ഓഹരിക്കാരനാണ് നമ്മൾ. അത് എടുത്തു പറയുന്നത് ദൈവത്തോടടുത്ത് ചെല്ലുന്ന പുരോഹിതന്മാർ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തോടടുത്ത് ചെല്ലാം. വചനങ്ങനെ പറയാം, എന്നോട് അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളോടും അടുത്ത് വരും. നമുക്ക് ദൈവത്തോടടുത്ത് ചെന്നേ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുടെ കലവറ അവിടെ ഉള്ളപ്പോൾ അത് ദൈവത്തിൻ്റെതാണ്. അതിൻ്റെ അവകാശം നമുക്കൂടുള്ളതാക്കിയാൽ ഓരോ ദിവസവും ആ വിശുദ്ധ മുറിക്കകത്തേക്ക് ചെന്നിട്ട്, ആ പ്രാർത്ഥനാ മുറിയുടെ അകത്തേക്ക് ചെന്ന്, ആരാധനാ മുറിയുടെ അകത്തേക്ക് ചെന്ന് നമുക്ക് സ്വർഗീയ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ നേടിയെടുത്ത് അതിൻ്റെ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.